ഇന്നത്തെ നമ്മുടെ താരം കൊള്ളിക്കിഴങ്ങാണ് കേട്ടോ. നമ്മുടെ മലപ്പുറം ജില്ലക്കാർ ഇതിനെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയാറ്. ചില സ്ഥലത്ത് ഇതിന് കപ്പ മരച്ചിനി എന്നൊക്കെ പറയും. നമ്മളിവിടെ പൊതുവേ കൊള്ളിക്കിഴങ്ങ് തന്നെ പറയാറ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു പാലക്കപ്പ ഉണ്ടാക്കാനാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളിയൊക്കെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലിട്ടിട്ട് അടിച്ചാൽ അത് പായസം പോലെ ആവും നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അതൊന്ന് നന്നായി വെന്തിട്ടാണ് നമ്മൾ അതിലേക്ക് പാലൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ അത് വേവണ വരെ ഞാൻ തേങ്ങ അടിച്ച് പാലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പാലും വേണം, രണ്ടാം പാലും വേണം. അപ്പോൾ അത് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളകും വേണം. ചുവന്നുള്ളി ആവശ്യത്തിന് എടുക്കുക, പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അതൊക്കെ ഒന്ന് ചതക്കി സെറ്റായി വരുമ്പോൾ നമ്മൾ കൊള്ളി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഈ ചതക്കി വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ച് പിന്നെ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മളുടെ ചുവന്നുള്ളിയും വറ്റൽമുളകും വേപ്പിലയും നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് കാച്ചി ഒഴിക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാൽക്കപ്പ റെഡിയാണ് കേട്ടോ. ഇതിലേക്ക് നല്ല ബീഫ് കറിയും പാൽക്കപ്പയും കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.